the sun. ഹായ് ഫ്രണ്ട്സ്, മോഡിഫൈഡ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേര് പറഞ്ഞിരുന്ന സംഭവം കേട്ടോ, ഒരു ഇൻഡിക്ക മോഡിഫൈഡ് ചെയ്ത് ഇൻഡിക്ക കാണിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്തൊരു ഇൻഡിക്ക നമുക്കിപ്പോൾ കിട്ടിയത്. ഇതാണ് വണ്ടി. 2008 വണ്ടിയാണെങ്കിലും 2009 അവസാന രജിസ്ട്രേഷനാണ് വണ്ടി. ഇതാണ് വണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. I said I'm moving too far. Get to glass. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു 2008 മോഡൽ ഇൻഡിക്ക വിസ്റ്റ ഇതുമ്മ ചെയ്തേക്കണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുമ്മ എന്തൊക്കെയാണെന്ന് ചെയ്തേക്കുന്നതെന്ന് പറയാം ഫസ്റ്റ്. ഇത് 2008 വണ്ടിയാണ്, 9 രജിസ്ട്രേഷൻ. പെയിന്റിങ് ഒരു 15,000 അടുത്ത് കോസ്റ്റ് ആയിട്ടുണ്ട്. ബ്രിക്ക് റെഡ് കളറ്. ഇത് എവിടെ അടിച്ചത് പെയിന്റിങ്? കല്ലൂരാണല്ലേ. പിന്നെ ബമ്പർ ലിപ്സ് വെച്ചിട്ടുണ്ട്, അതിന് 10,750 അടുത്ത് വരുന്നുണ്ട്. ഒരു ഇതൊക്കെ ഈ ഒരു സെറ്റപ്പ് വെക്കണേനല്ലേ. പിന്നെ നമ്മൾ പോലീസ് ലൈറ്റ് സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. ഇത് പോലീസ് ലൈറ്റ് ആണല്ലേ? അത് പോലീസ് ലൈറ്റ് ആണ്. ഗ്രില്ല് ഇതല്ല വരുന്നത്. ഗ്രില്ല് അതിന്റെ ഒറിജിനൽ ഗ്രില്ല് ഈ ടൈപ്പ് അല്ലല്ലോ. ഗ്രില്ലൊക്കെ ചെയ്ത് വേറെ തന്നെയല്ലേ. ഈ ഒരു പോലീസ് ലൈറ്റ് ഒക്കെ വെക്കണേന് എന്ത് പൈസ വരും? ഏകദേശം ഒരു 450-600 അടുത്ത് വരുന്നുണ്ട്. അവനുണ്ടല്ലോ. പിന്നെ ഹെഡ് ലൈറ്റ് മോഡിഫൈ ആണ് കേട്ടോ. സാധാരണ വിസ്റ്റർ ഹെഡ് ലൈറ്റ് അല്ല, ഉള്ളിൽ വ്യത്യാസമുണ്ട്. ഉള്ളിൽ ലൈറ്റ് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പവർ കൂടുതലുണ്ടോ അതിനോട്? പവർ അല്ല, നമ്മൾ അടിയിലത്തെ മാറ്റ് ബാഗല്ലേ കണ്ട, ഈ ഭാഗം കളർ ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ അലോയി ചെയ്തതിനൊക്കെ എന്ത് റേറ്റ്? അലോയി നമുക്ക് ഏകദേശം ഒരു 16,500 അടുത്ത് വരും. 4 വീലിൻ്റെ കൂടി അല്ലേ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും പക്കാ നീറ്റാണ് ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ. ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിസ്റ്റയ്ക്ക് സൺറൂഫ് വെച്ചിട്ടുണ്ട് കണ്ട. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇനി വെച്ചിട്ടുണ്ട്. നമുക്ക് സൺറൂഫിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നെക്സ്റ്റ്. കണ്ട, ഇതൊരു ടൈപ്പ് ഇങ്ങനെയാണ്. കണ്ട, രണ്ടാമത്തെ ടൈപ്പാണ് മുകളിലോട്ട് ഇങ്ങോട്ട് പൊന്നുന്നത്, കാറ്റ് കയറാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തേക്കണേ. ഈ ഒരു സൺറൂഫ് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് എന്ത് റേറ്റ് വന്നിട്ടുണ്ടാവും? പെയിന്റിംഗ് അടക്കം 28,000 രൂപ വന്നിട്ട്. 28 രൂപ നമുക്ക് ചെലവ് വന്നിട്ടുണ്ടല്ലേ. അതെവിടെ ചെയ്ത്? കല്ലൂരുണ്ട്. കല്ലൂരാണ് ഇത് ചെയ്തിട്ടുള്ളതല്ലേ. ഇതിലൊരു ബ്ലാക്ക് ബോണ്ട് സെറ്റ് ഒന്നും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 28 രൂപ റേഞ്ചുള്ള ഒരു സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ GPS കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. സെറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. കണ്ട, ഇതാണ് സെറ്റ്. ജസ്റ്റ് ഒന്ന് വെക്കാമോ അതിൻ്റെ സൗണ്ട്? ഓക്കെ ഫ്രണ്ട്സ്, അതിൻ്റെ എഞ്ചിൻ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇത്ര നാളായിട്ട് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ക്വാർട്ടർ ജെറ്റിൻ്റെ എഞ്ചിനാണ്. നല്ലൊരു എഞ്ചിനാണ് കേട്ടോ. ഇന്ത്യക്ക് വന്ന ഒരു വിസ്റ്റിക്കൊക്കെ വന്ന മോഡൽ വന്ന വണ്ടിക്കൊക്കെ
നല്ലൊരു എഞ്ചിനാണ് കോട്ടജെറ്റിൻ്റെ ഉള്ളത്. ഇത്ര നാളായിട്ട് വേറെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഈ ഒരു ഇൻഡിക്ക വിസ്റ്റൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. മെയിൻ്റനൻസ് ശരിക്കും പറയാ ഓയിൽ ഫിൽറ്ററാണ് ശരിക്കും മാറണ്ടേ, ടൈമിൽ കറക്റ്റായിട്ട് മാറണം. മാറിയിട്ടില്ലെങ്കിൽ ശരിക്കും പണി കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാരൊക്കെ പുതിയ വണ്ടി തേടി പോണ ഒരു ഇതാണ്. പഴയ വണ്ടിയിൽ കുറവാണ് എടുക്കുക. അപ്പോൾ നമുക്ക് വിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ വരുമോ? അങ്ങനെ പേടിക്കേണ്ട ഒരു സന്ദർഭമാണോ വിസ്റ്റൊക്കെ എടുത്താൽ? ഞാൻ വിസ്റ്റ് എടുക്കാൻ മെയിൻ കാരണം ഇതിൽ ഇരിക്കുന്ന എഞ്ചിനാണ്, ഫിയറ്റിൻ്റെ എഞ്ചിനാണ് ശരിക്കും. അതാണ് ഞാൻ എടുക്കണേ. ഞാൻ എടുത്തതും എനിക്ക് വേറെ വണ്ടി ഉണ്ട്, ഇതും വിസ്റ്റ് കോട്ടജെറ്റ് എഞ്ചിനുള്ളതാണ്. പണി പരമാവധി കുറവാണ് വരാൻ, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പരമാവധി? ഒരു 4 ലക്ഷം കിലോമീറ്റർ വരെ കറക്റ്റ് ഓയിൽ സർവീസൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് പോകും വണ്ടി. ഏകദേശം ഒരു 4 ലക്ഷം കിലോമീറ്റർ വരെ കറക്റ്റായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ പോവല്ലേ. പിന്നെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡിക്ക യാത്ര സുഖം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്പേസ് ഉണ്ടല്ലോ, സ്വിഫ്റ്റിന് സ്പേസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇങ്ങനത്തെ വിസ്റ്റ് കാര്യങ്ങളൊക്കെ ടാറ്റയുടെ വണ്ടികളുണ്ട്. നല്ല വണ്ടികളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ചൂസ് ചെയ്യണ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് സെയിലിന് വേണ്ടി വെച്ചേക്കണ ഒരു വണ്ടിയാണത്. കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കണ ഒരു വണ്ടിയാണ്. 2008 വണ്ടിയാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഓണറുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഓണറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഇട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും.